ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മാരായമുട്ടം സ്വദേശി എൻജോയ്ക്കായുള്ള തെരച്ചിൽ 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇന്നും തെരച്ചിൽ തുടരും. സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തും. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, എപ്പോഴാണ് ഈ തെരച്ചിൽ തുടങ്ങുക? ഏതായാലും ഇന്നലെ എത്തിയ നേവിയുടെ വിദഗ്ധ സംഘം കൂടി തെരച്ചിലിനൊപ്പം ചേരുന്നുണ്ടല്ലോ. പുതിയ രീതിയിലാണോ ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുക? സ്മിത, ഈ നേവി സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതായത് ഈ ജോയിയെ കാണാതായ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഈ വശങ്ങളിലേക്ക് അവിടെ പ്രാഥമിക വിലയിരുത്തൽ നടത്താനായി ഈ നേവി സംഘം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ നേവി സംഘവും അതേപോലെ തന്നെ NDRF സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ തന്നെ ഈ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഈ പരിശോധനയൊക്കെ നടത്തി രാവിലെ ഈ തെരച്ചിൽ നടത്തുമെന്നായിരുന്നു നമ്മളെ അറിയിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ജോയിയെ കാണാതായ ഈ പ്രധാനപ്പെട്ട ടണലിന്റെ വശങ്ങളിൽ അവർ പരിശോധന നടത്തുകയാണ്. ഏത് രീതിയിലാണ് ഇന്ന് ഈ തെരച്ചിൽ നടത്താൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനമായും ആലോചിക്കുന്ന ഒരു കാര്യം. അതിൽ ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. 3-ാം ദിവസമായ ഇന്നും തെരച്ചിൽ ശക്തമായി തന്നെ തുടരാനാണ് ഈ തരത്തിൽ NDRFന്റെയും അതേപോലെ തന്നെ ഫയർഫോഴ്സ് സ്കൂബ സംഘത്തിന്റെയും അടക്കം തീരുമാനം എന്നുള്ളത്. സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും ഇന്ന് പ്രധാനമായും നടക്കുക എന്നുള്ളതാണ്. ഈ സോണാർ എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടൽ മേഖലകളിലൊക്കെ നമ്മൾ ഈ ഭൂമിക്കടിയിൽ കിടക്കുന്ന ഒബ്ജക്റ്റിനെയൊക്കെ തിരയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. അത് ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കൂടി നടത്താനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഇരുട്ടത്തും ഈ ഒബ്ജക്റ്റുകളെയൊക്കെ കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഏതായാലും അതിനുള്ളൊരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. ഇതുവരെയും തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം ഇത് നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ പ്രതിസന്ധിയായി നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മാലിന്യ കൂമ്പാരം തന്നെയാണ്. ഈ ഫയർഫോഴ്സ് അംഗങ്ങളും സ്കൂബ അംഗങ്ങളും ഒക്കെ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രധാന ടണലിൽ നിന്നും അധികം ദൂരേക്ക് ഈ ജോയിക്ക് പോകാനായി സാധിക്കില്ല. കാരണം ആ രീതിയിലുള്ള മാലിന്യ കൂമ്പാരം ഇവിടെയുണ്ട്. അതുകൊണ്ട് ജോയി ഇവിടെ തന്നെ ഉണ്ടാകാൻ, ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ തന്നെ തിരച്ചിൽ തുടരാനാണ് ഒരുപക്ഷെ നേവിയുടെയും അല്ലെങ്കിൽ NDRF സംഘത്തിന്റെയും ഒരു തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇന്നലെ സംയുക്തമായി ഇവർ പരിശോധന നടത്തിയെങ്കിലും പല രീതിയിൽ, അതായത് സാധ്യമായ രീതിയിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്ന് വേണം പറയാൻ. ഈ ഫ്ലഷിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ നടത്തിയിരുന്നു. അതായത് ഈ വലിയ രീതിയിൽ മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടിരുന്നു. അത്തരം മാലിന്യങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒഴുക്കി വിട്ടിരുന്നു. പക്ഷെ അതും വിജയകരമായില്ല. അതിനുശേഷം ഇന്ന് ഈ ഫ്ലഡിംഗ് എന്ന് പറയുന്ന പുതിയൊരു രീതി ഉപയോഗിക്കാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ താൽക്കാലികമായി ആർട്ടിഫിഷ്യലായി ഈ വെള്ളം തടയണ പോലെ കെട്ടിവെച്ചതിന് ശേഷം ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം ഒഴുക്കി വിടുക, അല്ലെങ്കിൽ അത് മാറ്റുക, ഒഴുക്കി വിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ തരത്തിലുള്ള മാലിന്യങ്ങളോ മറ്റും പുറത്തേക്ക് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷ. അത് മാത്രവുമല്ല, ഈ പ്രധാന ടണലിന് പകരം ഈ ആമയിഴഞ്ചാൻ തോട് ഈ റെയിൽവേയുടെ ഏറ്റവും അവസാനമുള്ള എക്സിറ്റ് ടണലിലും ടണലിന്റെ എക്സിറ്റ് ഭാഗത്തും ഇത്തരത്തിൽ പരിശോധന നടത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേവി സംഘത്തിൽ 5 പേരാണ് ഉള്ളത്. അവർ ഈ പരിശോധന, അതായത് ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽവേയും അതേപോലെ തന്നെ ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടവുമായി ഒക്കെ ഇത്തരത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദൗത്യം, എങ്ങനെയാണ് ഇന്നത്തെ രക്ഷാദൗത്യം നടത്തുക എന്നുള്ളതാണ്. ഏതായാലും രാവിലെ മുതൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ ചെറിയ രീതിയിലുള്ള മഴയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ അല്പം ഒഴുക്കുമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം വേണം ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ നേവിയുടെ അടക്കം വലിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും ഇന്ന് നടത്തുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ഈ ചർച്ചകൾ നടക്കുകയാണ്. എങ്ങനെയാണത് ഇന്നത്തെ ഒരു തെരച്ചിൽ നടത്തുക, പല സാധ്യതകളും മുന്നോട്ട് വെക്കുന്നുണ്ട്, പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏത് തീരുമാനത്തിലാണ് അത് എത്തുക എന്നുള്ളത് ഇതുവരെയും ഒരു വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്കൂബയുടെ മുങ്ങൽ വിദഗ്ധരും ഇതിനോടൊപ്പം തന്നെ തെരച്ചിൽ നടത്തും. അവരും ഇതിനെ അനുഗമിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ രാവിലെ നടക്കുന്ന പരിശോധനയിൽ നേവി സോണാർ ഉപയോഗിച്ചായിരിക്കും പരിശോധന നടത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. സ്മിത, ശരി. നേവിയുടെ സേനാംഗങ്ങൾ കൂടി ഇന്ന് തെരച്ചിൽ ദൗത്യത്തിനൊപ്പം ചേരും. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മാരായമുട്ടം സ്വദേശി എൻജോയ്ക്കായുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വലിയ മാലിന്യ കൂമ്പാരം തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ മുതൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഈ
മഴ തെരച്ചിലിനെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും നിൽക്കുന്നുണ്ട്. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.